ഇസ്ലാമാബാദിലെ റെഡ് സോൺ ഏരിയയായ സെറീന ഹോട്ടലിലാണ് ഇപ്പോൾ ഈ നിർണായകമായ സമാധാന ചർച്ചകൾ നടക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളുമായും ഇസ്രായേലുമായും ഇറാനുമായും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു, നല്ല നയതന്ത്ര വാണിജ്യ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് ഇന്ത്യക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് പാകിസ്ഥാൻ, എന്തുകൊണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്ന് താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ കാണാം. കാരണം താങ്കൾ പറഞ്ഞ പോലെ ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും US-ഉമായിട്ടും തരക്കേടില്ലാത്ത ബന്ധമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്നൊരു അവസരമായിരുന്നു, ഒരു പീസ് മേക്കറായിട്ട് വരാൻ പറ്റുന്നൊരു അവസരമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഡിസ്കഷൻസ്, ഇപ്പം നമുക്ക് LPG ക്രൈസിസ് വന്നപ്പോഴും പോസിബിളി ഇനി യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ വില ഉയർന്നേക്കും, മറ്റു പ്രശ്നങ്ങൾ, ഇതെല്ലാത്തിനും അവസാനം കാണാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചു, ഇന്ത്യൻ ഗവൺമെൻറ്റിന് സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരു ക്രെഡിറ്റ് ആയിരുന്നു. എന്തുകൊണ്ട് ആ അവസരം അത് മുതലാക്കിയില്ല എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആർച്ചനിമയായ പാകിസ്ഥാനെ അനുവദിക്കാതിരിക്കാൻ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മറിച്ച് നമ്മൾ പറയുന്ന കാരണങ്ങൾ ന്യൂട്രാലിറ്റിയാണ്. നമ്മളെല്ലാവരുമായിട്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി കീപ്പ് ചെയ്യുന്നു, നമ്മളെല്ലാ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് ഇതിനിടയിൽ ഒരു സ്റ്റാൻസ് എടുത്തു കഴിഞ്ഞാൽ നാളെ അവർ പിണങ്ങും എന്നുള്ള മട്ടിൽ ഉള്ള ഡിസ്കഷൻസാണ് മറിച്ച് കേൾക്കുന്നത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗ്ലോബൽ സ്റ്റേജിൽ ഒരു നെഗോഷിയേറ്ററായിട്ട് ഈ യുദ്ധത്തിനൊരു വിരാമം കാണാൻ കിട്ടുന്ന ഒരവസരമായിരുന്നു ഇന്ത്യക്കും, അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന്. കാരണം ഗവൺമെൻറ് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളും ക്രൈസിസിലൂടെ അവർ പോകുന്നത്. അവരവരുടെ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ വിരാമം കാണാൻ നിങ്ങളെ സഹായിക്കും, ഒന്നുകൊണ്ടും ഭയക്കേണ്ട, ലോകത്തെ സഹായിക്കും എന്ന് പറഞ്ഞ നറേറ്റീവ് ഷെഹബാസ് ഷെരീഫ് പുറത്തുവിടുന്നു. ആ വില പാകിസ്ഥാൻ ഉയരുന്നു. അത് തടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കാനെങ്കിലും ഇന്ത്യക്ക് ഒരു ശ്രമം നടത്താമായിരുന്നു. അത് പോട്ടെ. രണ്ട്, ഇതിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിനെയും ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തെയും വലിയ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ പൊതുവേ നമ്മൾ സംസാരിക്കുമ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് നമ്മുടെ ബൈക്കിലടിക്കുന്ന പെട്രോളും കാറിലടിക്കുന്ന ഡീസലും സ്റ്റൗ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസും മാത്രം എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ചുറ്റുപാട് കിടക്കുന്ന ഒരുപാട് പ്രോഡക്ട്സിനെ മുന്നോട്ട് പോയാൽ അത് ബാധിക്കും. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് സഹിതം നൈലോൺ, പോളിസ്റ്റർ, അക്രലിക് തുടങ്ങിയ തുണിത്തരങ്ങളുണ്ട്, അതിനെ ബാധിക്കും. കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിനെ ബാധിക്കും. ഇതെല്ലാം പെട്രോളിയം ഡിറൈവ് പ്രോഡക്ട്സാണ്. നമ്മൾ ഗ്യാസ്, ഓയിൽ മാത്രമല്ല, പെയിൻറ്റിനെ ബാധിക്കും. PVC പൈപ്പുകളുടെ വില കൂടും, ഇലക്ട്രിക് വയറിങ്ങിൻ്റെ വില കൂടും, സിമെൻറ്റിൻ്റെ വില കൂടും, സ്റ്റീലിൻ്റെ വില ഓൾറെഡി കൂടി. അപ്പോൾ ഇതെല്ലാം പല തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒരു തടസ്സമിടാൻ അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്ററായിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു അവസരമായിരുന്നു. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യക്കുണ്ടായിരുന്നു എന്നുള്ളത് ആണ് സത്യം. പക്ഷേ അത് ഉപയോഗിച്ചില്ല എന്ന് വേണം കാണാൻ. ഇനി മറിച്ച് JD വാൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് ട്രംപ് പോയില്ല, ട്രംപ് ഇത് ഉപേക്ഷിച്ച് മാറി നിൽക്കുവാണോ എന്നുള്ളതിൽ ഞാൻ വേറൊരു ആംഗിളാണ് കാണുന്നത്. കാരണം ട്രംപ് പ്രസിഡൻറ്റും JD വാൻസ് വൈസ് പ്രസിഡൻറ്റുമാണ്. ട്രംപിൻ്റെ അവസാനത്തെ ടേമാണിത്. ഇനി മത്സരിക്കാൻ പോകുന്നതോ ഈ യുദ്ധം കാരണം ബാധിക്കാൻ പോകുന്നതോ ട്രംപിനെയല്ല, ട്രംപ് ബോധേഡല്ല. കാരണം അദ്ദേഹത്തിന് ഇനിയൊരു ടേമില്ല. ഇനി അത് ബാധിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റായ JD വാൻസിനെയും അതേപോലെ ഒരു പക്ഷേ അടുത്ത പ്രസിഡന്റ് ആയേക്കാവുന്ന മാർക്കോ റൂബിയോനെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണിത്. കാരണം തുടക്കം മുതലേ ശ്രദ്ധിക്കുക, മാർക്കോ റൂബിയോ ഉണ്ട്, പീറ്റ് ഹെക്സത്ത് ഉണ്ട്, ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്, ഇവരെല്ലാം, ജാരഡ് കുഷ്ണർ ഉണ്ട്. ഇവരൊക്കെയാണ് മുൻപന്തിയിൽ നിന്ന് സംസാരിക്കുകയും അഗ്രസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇറാനെതിരെ പറയുകയും അല്ല ഉപയോഗിക്കുകയും ചെയ്തത്. പക്ഷേ ആ സമയത്തൊക്കെ JD വാൻസിനെ കാണാനില്ല. ഇപ്പോൾ പെട്ടെന്ന് പീസ് മേക്കറായിട്ട് JD വാൻസ് വരുന്നു. അപ്പോൾ നാളെ ഇലക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാലും JD വാൻസിനെ കൊണ്ട് ഇവർ വാദിപ്പിക്കും, ട്രംപിനൊരു തെറ്റുപറ്റി, അത് ഞാൻ അംഗീകരിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൂളാണ്. അതായത് പീസ് മേക്കറായിട്ട് താൻ മുന്നോട്ട് വന്നു, നിങ്ങൾ തുടക്കം മുതലേ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇതിൻ്റെ അകത്തൊന്നും ഇൻവോൾവ് അല്ലായിരുന്നു എന്ന് പറഞ്ഞൊരു ആംഗിൾ ആണ് ഞാൻ അതിനെ കാണുന്നത്. അല്ല ട്രംപ് ഒഴിഞ്ഞതായിട്ടല്ല, പകരം ഒരു ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് രീതിയിൽ കാണിക്കുന്നു എന്ന് മാത്രം.